35 16-ാം നിയമസഭയുടെ മൂലക്കൊരാൾക്കൂട്ടമായി CPM-ഉം LDF-ഉം മാറുമെന്ന് പറഞ്ഞവരെ, നിങ്ങൾ പിണറായി വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നു, പിണറായി അല്ലാതെ ഒരു മുഖമില്ല എന്ന് പറയുമ്പോ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു പടപ്പുറപ്പാടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സാക്ഷാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 10ഓളം MLA-മാർ ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ശക്തമായി ഈ നാടിന്റെ ശബ്ദമായി മാറാൻ പോകുന്നു. കല്യാശ്ശേരിയിൽ വിജിൻ കൃത്യമായ പ്ലാനുകളാണ് വിജിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ സഭകളിൽ നിന്നതിൽ നിന്ന് മുഖ്യധാരയായി, മുഖ്യ ശബ്ദമായി 16-ാം നിയമസഭയിൽ ഒരു ശബ്ദമായി മാറാൻ, ഡേറ്റ വെച്ച് സംസാരിക്കാൻ, അപ്പുറത്തെ ആൾക്കൂട്ടത്തെ എങ്ങനെ താഴെയിടണമെന്ന് കൃത്യമായി പഠിച്ച് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ വിജിൻ LDF കൃത്യമായ നിർദ്ദേശം കൊടുത്തു എന്ന വാർത്തകൾ. കാരായി രാജൻ എന്ന തലശ്ശേരിക്ക് രാജേട്ടൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ എത്ര തവണയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ ചടുലത ഈ സംസ്ഥാനത്തിന് കാണിച്ചു തന്നിട്ടുള്ളത്, ഈ രാഷ്ട്രീയ കേരളത്തിന്. കാരായി രാജനും കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് 16-ാം നിയമസഭയിലെ പോരാളിയായി മാറുമെന്നൊരു സംശയമില്ല. VK സനോജ് മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരിന്റെ മറ്റൊരു ശബ്ദമായി മാറുന്നു. രാഷ്ട്രീയ കേരളത്തിൽ 16-ാം നിയമസഭയിലെ പ്രതിപക്ഷ ശബ്ദമായി മാറാൻ പോകുന്നു പിണറായി പടയിലെ എന്നുള്ളതാണ്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ്, ഒരു സംശയവും വേണ്ട, കഴിഞ്ഞ നിയമസഭയിലൊക്കെ വളരെ സൗമ്യനായി കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയ P രാജീവിനെയൊക്കെ പോലെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ശബ്ദം. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ്, പട്ടാമ്പിയുടെ മുഹമ്മദ് മുഹസിൻ. അങ്ങനെയാണ്. ഏത് തരംഗമടിച്ചാലും, എന്തെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചാലും പട്ടാമ്പിയിൽ മുഹസിൻ ചെങ്കൊടി പാറിച്ച് കയറി വരുമെന്ന് വിശ്വസിക്കാത്തവരുണ്ടോ ഈ നാട്ടിൽ? മുഹമ്മദ് മുഹസിൻ പട്ടാമ്പിയിൽ 10-അംഗ സംഘത്തിലെ മറ്റൊരു ചുണക്കുട്ടിയാവുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് സേവിയർ ചിറ്റിലപ്പള്ളി മറ്റൊരു ശബ്ദമാവുന്നു എന്നുള്ളതാണ്. ശക്തമായ മത്സരത്തിലൂടെയാണ് സേവിയർ ഈ 16-ാം നിയമസഭയിലെ ഒരു അംഗമായി നിയുക്ത MLA ആയി തുടരുകയും ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. വയനാട് ചൂരൽമലയിൽ ജനങ്ങളുടെ ഒരു അവസ്ഥ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയ ഒരു നേതാവുണ്ട്. ആരായിരുന്നു അത്? രാജേട്ടൻ K രാജൻ ഒല്ലൂരിൽ. അവിടെ കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു അമ്മയോട്, വളരെ ചെറുപ്പക്കാരിയായ ഒരു അമ്മയോട്, ഒരു മകളോട് K രാജൻ പറഞ്ഞിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞ് ഒന്നുകൂടി വരണമെന്ന് ആ കുട്ടി പറഞ്ഞപ്പോ വരാമെന്ന് ചേർത്ത് പിടിച്ചു നിർത്തിപ്പോയ രാജേട്ടൻ കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ ആ കുട്ടികളുടെ ശവകുടീരത്തിന് മുമ്പിൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇറക്കി വെക്കുന്നത് നമ്മൾ കണ്ടു. ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതൊരു രാഷ്ട്രീയക്കാരന്റെ കൗശലമോ കുശലതയോ ഒന്നും കാണാത്ത മുഖമാണ് രാജേട്ടന്റെ. കാരണം എന്താണ് അദ്ദേഹം ഇടപെടുന്നത്, മനുഷ്യരുടെ വികാരം എന്താണെന്ന് മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് K രാജൻ എന്നുള്ളതാണ്. ചേർത്തലയിൽ P പ്രസാദ്, ഒരു മന്ത്രി എത്രമാത്രം നിഷ്കളങ്കനാകണം. ഇന്നിപ്പോ സതീശൻ മോഡി വേണ്ട ക്ലിഫ് ഹൗസിന് എനിക്ക് 3 മന്ത്രി എസ്കോർട്ട് വാഹനങ്ങൾ മതി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് ഈ കാലഘട്ടത്തിന് ഒരു നിഷ്കളങ്കതയുടെ പര്യായം കാണിച്ചു തന്ന മന്ത്രി, വെറും റബ്ബർ ചെരുപ്പ് വിട്ടുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ കഴിഞ്ഞ 5 വർഷം ഈ നാടിലൂടെ സഞ്ചരിച്ച P പ്രസാദ് ചേർത്തലയിലെ MLA വീണ്ടും 10-അംഗ സംഘത്തിലെ ആൺകുട്ടിയുടെ ശബ്ദമായി മാറുന്നു. KU ജനീഷ് കുമാർ മുഹസിനെ പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും കോന്നി ഒരോട്ടിനായിക്കോട്ടെ, കോന്നിയിൽ നിന്ന് ഈ തരംഗത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു വന്ന KU ജനീഷ് കുമാറും ഒരു ശബ്ദമാവുന്നു. പ്രതിപക്ഷ നേതാവായി പോലും ആളുകൾ സാധ്യത കൽപ്പിച്ചിരുന്ന KN ബാലഗോപാലാണ് 10ാമത്തെ ആൾ. കല്യാശ്ശേരിയിലെ വിജിൻ, തലശ്ശേരിയിലെ കാരായി രാജൻ, മട്ടന്നൂരിലെ VK സനോജ്, ബേപ്പൂരിന്റെ മുഹമ്മദ് റിയാസ്, പട്ടാമ്പിയുടെ മുഹമ്മദ് മുഹസിൻ, വടക്കാഞ്ചേരിയുടെ സേവിയർ ചിറ്റിലപ്പള്ളി, ഒല്ലൂരിന്റെ K രാജൻ, ചേർത്തലയുടെ P പ്രസാദ്, കോന്നിയുടെ KU ജനീഷ് കുമാർ, കൊട്ടാരക്കരയുടെ KN ബാലഗോപാൽ. ഈ 10-അംഗ സംഘം പിണറായിക്ക് ചുറ്റും ഇരിപ്പ് ഉറപ്പിച്ച് ഒരൽപ്പം പോലും ഇരിക്കാൻ അനുവദിക്കാതെ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ 16-ാം നിയമസഭയിൽ ഈ കേരളത്തിന്റെ ശബ്ദമായി മാറുമെന്നുള്ള പടപ്പുറപ്പാടിനാണ് പിണറായിയും കുട്ടികളും വരുന്നതെന്നുള്ളതാണ്.